ഒറ്റവാക്കി പറഞ്ഞ സൂപ്പർ പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. ഏറ്റവും എടുത്തു പറയേണ്ടത് ബ്രാഡ് പിറ്റിന്റെയും ജാവിയർ ബാർഡത്തിന്റെയും കോംബോയാണ്. അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിയ കാര്യം ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. ഈ ക്യാമറ ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതിന്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. ബ്രാഡ് പിറ്റൊക്കെ അന്യായ പെർഫോമൻസ് ആണ്. ഏറ്റവും എന്നെ ആകർഷിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ്. പുള്ളിയുടെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അടിപൊളി പടങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു കോംബോ സെറ്റാണ്. ബ്രാഡ് പിറ്റും ജാവിയർ ബാർഡും അടിപൊളിയായിട്ടുണ്ട്. നൈസ് പടം, ഗംഭീര പടം, ഒന്നും പറയില്ല. മറ്റേ ജോസഫ് കസാൻസ്കിയുടെ ടോപ്പ് ഗൺ മെവറിക്കിന്റെ ഒക്കെ അതേ ക്വാളിറ്റിയിലുള്ള പടം. ശരിക്കും എനിക്ക് തോന്നുന്നു ടോപ്പ് ഗൺ മെവറിക് കണ്ടപ്പോൾ ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ കയറി ഒരു ഫീലായിരുന്നു. അതുപോലെ ഈ F1 കണ്ടപ്പോൾ ഒരു റേസിംഗ് ഫീൽഡിൽ കയറി ആ ഒരു എഫക്റ്റ് ആയിരുന്നു. ആ ഓരോരോ കാറിന്റെ പേര് അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. എസ്പെഷ്യലി ബ്രാഡ് പിറ്റിനെ കുറെ ആൾക്ക് ശേഷം കാണാൻ പറ്റി. ഗംഭീര ഒരു റേസിംഗ് കാണാൻ പോയപ്പോൾ ഉള്ളായിരുന്ന ഒരു ഫീല് ഗംഭീരമായിട്ട് എടുത്തു വെച്ച് തന്നിട്ടുണ്ട്. സൂപ്പർ പടം. നല്ല പടം, നല്ല പടം. റേസിംഗ് സീക്വൻസ് ഒക്കെ അതല്ല വിഷയം. അവസാനം ക്ലൈമാക്സ് ഒക്കെ കിട്ടില്ല. ടോപ്പ് ഗൺ ആയിരുന്നു, അടിപൊളി പടമായിരുന്നു. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. മേക്കിംഗ് ഒക്കെ കിട്ടില്ലല്ലോ. മേക്കിംഗ് അടിപൊളിയാ. ഒരു സിമ്പിൾ സ്റ്റോറി ആണെങ്കിൽ മേക്കിങ്ങിന് വേണ്ടി സിനിമ ആണല്ലേ? സിമ്പിൾ സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞ പോലെ വെറും ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ മേക്കിംഗ്, അതായത് നമ്മുടെ ടോപ്പ് ഗൺ മാവറിക്കിന്റെ ഡയറക്ടറാണല്ലോ ജോസഫ് കൊസിൻസ്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് കാരണമാണ് ഞാൻ കാണാൻ വന്നത് തന്നെ. പിന്നെ കുഴപ്പമില്ല ബ്രോ, കൊള്ളാം, നല്ല മൂവി തന്നെ. പക്ഷേ ഒരു വലിയ ത്രില്ല് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില പാർട്സൊക്കെ അവർ കട്ട് ഔട്ട് ചെയ്തെന്ന് മനസ്സിലാവുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ, കുഴപ്പമില്ല.